നമസ്കാരം. മധുവേട്ട, നിങ്ങൾ ആളൊരു ജഗജില്ലി തന്നെ. ജഗജില്ലി എന്ന് പറഞ്ഞാൽ വെറും ജില്ലയല്ല, ഇച്ചിരി ജഗജഗ ജില്ലയാണ് എന്ന് പറയേണ്ടി വരും. ഇത് കാര്യം വേറൊന്നുമല്ല, ഈ മധുവേട്ടൻ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പാർട്ടിയായിട്ട് അത്ര രസത്തിലൊന്നുമല്ല. രസത്തിലല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം വേറൊന്നുമല്ല. ഈ ഏരിയ കമ്മിറ്റി സമ്മേളനങ്ങൾ കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്നറിയാം. അതുവരെ 2-3 തവണയൊക്കെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടിരിക്കുന്നവർക്കൊക്കെ അങ്ങ് ചൊറിച്ചില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ആ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനം എന്താ സുഖമുള്ള കസേരയാണെന്നറിയാവോ. അപ്പോൾ അവിടെയൊക്കെ അങ്ങ് ഇരിക്കണം. അങ്ങ് ഇരുന്ന് വേരിറങ്ങി അങ്ങ് വളർന്ന് പടർന്ന് പന്തലിക്കണമെന്ന് ചിന്തിക്കുന്ന കൂട്ടരാണ് ഈ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു സംസ്ഥാന സെക്രട്ടറിയെ പ്രഖ്യാപിക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. അത് എളുപ്പം നടക്കുന്ന പരിപാടിയാണ്. നമുക്കറിയാം, ഒന്ന് ഇ പി ജയരാജൻ ഇച്ചിരി ഒന്ന് വിഷമിക്കേണ്ടി വന്നുവെങ്കിൽ പോലും ഒടുവിൽ ഇ പി ജയരാജൻ അംഗീകരിച്ചു എം വി ഗോവിന്ദൻ മാഷ് തന്നെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി. ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി ആണെന്നുണ്ടെങ്കിലും വലിയ തിരക്കേടില്ല പോവെങ്കിലും ചിലരൊക്കെ ഉണ്ട് അതങ്ങനെ പിടിച്ചു പറ്റി ഇങ്ങനെ കൊണ്ടു നടക്കുന്നവർ. പൊതുവേ നമ്മൾ പറയുന്നത് ഈ പറയുന്നതിൽ ബ്രാഞ്ച് കമ്മിറ്റിയിലാണെങ്കിലും ലോക്കൽ സമ്മേളനങ്ങളിലാണെങ്കിലും ഏരിയ സമ്മേളനങ്ങളിലൊക്കെ അല്ലെങ്കിൽ എല്ലാം മൊത്തത്തിൽ ഒരു ജനാധിപത്യപരമായ ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്നതിന് അത് രീതിയിലാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ മധുവേട്ടൻ്റെ കാര്യം വേറൊരു രസമാണ്. മധു മുല്ലശ്ശേരി, അതാണ് പുള്ളിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അദ്ദേഹത്തിന് ഇപ്പം ഭയങ്കര പ്രശ്നമാണ്. കാര്യം എന്താണെന്നറിയോ, അവിടെ വേറൊരാളെ കൂടി അവിടെ നിർത്താൻ തീരുമാനിച്ചു. വേറൊരാളെ കൂടി വന്നു. അദ്ദേഹത്തിനാണ് കൂടുതൽ അവിടെ ഏറ്റവും കൂടുതലൊരു പ്രാധാന്യം ലഭിച്ചത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എവിടെയാണെന്നറിയാവോ, നമ്മുടെ വാമനപുരം ഏരിയ കമ്മിറ്റിയിൽ മറ്റൊരാളെ അവിടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയി തിരഞ്ഞെടുത്തു. ആയിക്കോട്ടെ. അപ്പോൾ അത് പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ പറ്റില്ല. കാര്യം എനിക്ക് വീണ്ടും അല്ലേ, എനിക്ക് വീണ്ടും എന്താവണം, എനിക്ക് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയി ഇരിക്കണം. അതേ പറ്റൂ. എനിക്ക് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് മാറാൻ പറ്റത്തില്ല. അയ്യോ, മാറിക്കഴിഞ്ഞാൽ എന്നെ ആരെങ്കിലും പിടിച്ച് കടിച്ചു കളയും. അപ്പോൾ എം ജലീലിനെയാണ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആക്കി മാറ്റിയത്. ഏരിയ സമ്മേളനം കൂടിയല്ലോ. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഉൾപാർട്ടി ജനാധിപത്യം അതിൻ്റെ ഭാഗമായിട്ടാണ് ജലീലിനെ തിരഞ്ഞെടുത്തത്. ഈ പറയുന്ന പോലെ ഏരിയ കമ്മിറ്റിയിൽ ഇരുന്ന് അങ്ങ് ചീഞ്ഞ് നാറും. സത്യത്തിൽ ഈ ചീഞ്ഞ് കാര്യം എന്താ, ഇവരുടെ പേര് സാമ്പത്തിക ക്രമക്കേടുണ്ടാവും, പിന്നെ കൃത്യവിലോപം ഉണ്ടാവും എന്ന് വേണ്ട സകലമാന പേരുദോഷങ്ങളും കേൾപ്പിക്കാൻ പറ്റിയൊരു സ്ഥാനം കൂടിയാണ് ഈ ഏരിയ കമ്മിറ്റി സ്ഥാനം. അപ്പോൾ ഏരിയ സെക്രട്ടറി എന്ന് പറയുന്ന സ്ഥാനം. അപ്പോൾ അവിടെ ഇരുന്ന് കേൾപ്പിക്കാവുന്നതിന് അങ്ങേ അറ്റത്തെ ഈ മധു മുല്ലശ്ശേരി കേൾപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എം ജലീലിനെ കൂടെ മത്സരിപ്പിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരാളെയും കൂടെ നിർത്താമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ നമ്മുടെ വി ജോയി അവിടുത്തെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി തീരുമാനിക്കുന്നു. അങ്ങനെ അതോടുകൂടി അദ്ദേഹം പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല, എം ജലീലിനെ പറ്റില്ല, എനിക്ക് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ വേറൊരാൾ ആ സ്ഥാനത്തിരിക്കുന്നത്, മോശമല്ലേ എന്നൊക്കെ പറയുന്നു. ചാടി ഇറങ്ങി എന്താണെന്നറിയത്തില്ല, ഏരിയ സമ്മേളനം നടക്കുന്നതെല്ലാം അങ്ങ് മാധ്യമപ്രവർത്തകരാ. നേരെ അങ്ങോട്ട് ചാടി ഇറങ്ങി ചെല്ലുന്നു. അവിടെ നിൽക്കുന്ന മാധ്യമപ്രവർത്തകരുടെ മുന്നിലോട്ടാണ്. പറഞ്ഞു, ഇത് ശരിയാവത്തില്ല, എന്നെ അവിടെ തഴഞ്ഞു, ഞാൻ പാർട്ടി വിടാൻ പോവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പാർട്ടിയിൽ നടക്കുന്ന ഏകാധിപത്യമാണ്. വി ജോയി അവരുടെ നോമിനി അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അല്ലേ, പിന്നെ വി ജോയി പാർട്ടിയെ കൈയടക്കി വെച്ചിരിക്കുന്നു എന്ന് വേണ്ട സകലമാന ആരോപണങ്ങളും പാർട്ടിക്കെതിരെ അങ്ങ് നടത്തുന്നു. ഇത് ഈ പറയുന്ന പോലെ ഈ പിന്നെ മധു മുല്ലശ്ശേരി വരുന്നതും കാത്തിരിക്കുവാണ് ഈ മാധ്യമപ്രവർത്തകർ അല്ല. അപ്പൊ അതിന്റെ പിന്നിൽ എന്തോ ഒരു കളിയുണ്ട്. ആ കളി എന്താ, ഞാൻ ഇപ്പൊ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കി വെച്ച് വരും. കാര്യം എന്താ, അവിടെ വേറൊരുത്തനെ ഇവിടെ പിടിച്ച് കയറ്റാൻ സാധ്യതയുണ്ട്. കാര്യം ഞാൻ അഴിമതിക്കാരനാണല്ലോ. അപ്പോൾ അഴിമതിക്കാരനായതുകൊണ്ട് തന്നെ എന്നെ ഇനി സഹിക്കാൻ അവിടുത്തെ പാർട്ടി പ്രവർത്തകർക്ക് വയ്യ. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും പുകച്ച് പുറത്തി അടിക്കും എന്നുള്ള വിവരം ആർക്ക് മനസ്സിലായിട്ടുണ്ട്? മധുവേട്ടന് മനസ്സിലായി. മധുവേട്ടന് മനസ്സിലായതുകൊണ്ട് തന്നെ പാർട്ടിയെ കുറ്റം പറയുക, പാർട്ടിക്ക് പേരുദോഷം ഉണ്ടാക്കുക, കളങ്കം ഉണ്ടാക്കി വെക്കുക, ഇതിൻ്റെ പേരിൽ ഈ പറയുന്ന മധുചേട്ടൻ നേരെ മാധ്യമപ്രവർത്തകരെ വിളിച്ചു നിർത്തി. എന്നിട്ട് നേരെ അവിടെ പോയി നല്ല 4 കവിള് വർത്താനവും പറഞ്ഞു. അപ്പോൾ എന്തുണ്ടാവും? സ്വാഭാവികമായും അച്ചടക്ക നടപടി ഉണ്ടാകും. പൊതുമധ്യത്തിൽ പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു. ഇതിന്റെ പേരിൽ എന്തായാലും പാർട്ടി സെക്രട്ടേറിയറ്റിൽ നിന്ന് അടിയന്തരമായി നടപടി ഉണ്ടാകും, അച്ചടക്ക നടപടി ഉണ്ടാകും. അങ്ങനെ അച്ചടക്ക നടപടി ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരാൾ തന്നെയാണ് ഈ പറയുന്ന മധുചേട്ടൻ. അങ്ങനെ മധുവേട്ടൻ പക്ഷേ ഇതിനു മുമ്പ് ചില കാര്യങ്ങൾ ചെയ്തു വെച്ചു. എനിക്ക് എന്തായിരുന്നാലും എനിക്ക് അടുത്ത തവണ പാർട്ടി സെക്രട്ടറി ആവാൻ പറ്റത്തില്ല, അതായത് ഏരിയ സെക്രട്ടറി ആവാൻ പറ്റത്തില്ല. അപ്പൊ എന്തായിരുന്നാലും മറ്റൊരുത്തിനെ പിടിച്ചിരുത്തും. അപ്പോൾ അങ്ങനെ ഇരുത്തുമ്പോൾ തനിക്കൊരു സാധാരണ പ്രവർത്തകനായോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുതിർന്ന പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അപ്പുറത്തേക്ക് തനിക്ക് യാതൊരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ ആ ഉറച്ച വിശ്വാസത്തിന്റെ പുറത്ത് അദ്ദേഹം എന്ത് ചെയ്തു, നേരത്തെ തന്നെ ചില കരുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വെച്ചു. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, വി വി രാജേഷ് ഇങ്ങനെ നടക്കുമല്ലേ, ഒരു കാര്യമില്ല നടക്കുക.
പിന്നെ പാർട്ടിയുടെ സെക്രട്ടറിയെ പോയി കണ്ടു. ഇവരെല്ലാം പോയി കണ്ടിട്ട് ഇവരിങ്ങനെ ചെറിയ ചെറിയ കരുക്കളൊക്കെ നീക്കി വെച്ചേക്കും. ചേട്ടാ ഞാനിപ്പോൾ ചാടുവേ എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? ഓ ചാടിക്കോ ഏട്ടാ ചാടിക്കോ, അത് കാര്യമായിട്ട് ചാടിക്കോളാൻ പറഞ്ഞു. ഇതിനിടയ്ക്ക് 2 ദിവസം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു തിരുവനന്തപുരത്തുള്ള ഏതോ ഒരു പ്രമുഖ നേതാവ് ഇപ്പോൾ ചാടും, അദ്ദേഹത്തിൻ്റെ മോനും കൂടെ ചാടാൻ നിൽക്കുക എന്നൊക്കെ ശോഭാ സുരേന്ദ്രന് നൈസായിട്ട് ഇടയ്ക്കൂടെ ഒരു അടിയും കൂടെ അടിച്ചു. ശോഭാ സുരേന്ദ്രൻ ഈ കഴക്കൂട്ടത്ത് മത്സരിച്ചാണല്ലോ, മത്സരിച്ച് തോറ്റുപോയതല്ലേ. അപ്പോൾ അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ഏറെക്കുറെ അക്കാര്യവും ഒന്ന് ഉറപ്പിച്ചു വെച്ചു. ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ നടന്നത് നാടകമല്ല എന്ന് നമ്മളാരും കരുതത്തുമില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ മധുച്ചേട്ടൻ എന്ത് ചെയ്തു? പതുക്കെ സ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉടനെ ഇവിടുന്ന് ജോയി കത്തെഴുതി, പാർട്ടി സെക്രട്ടേറിയറ്റിന് കത്തെഴുതിയിട്ട് പറഞ്ഞു വേണ്ട ഇന്ന പോലെ മധു ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, എന്ത് ചെയ്യണം, അച്ചടക്കാണ് ഇവിടെ സ്വീകരിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയേക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ളവന്മാരെ വെച്ച് ഉറപ്പിക്കാൻ പറ്റത്തില്ല, കാര്യം പാർട്ടിക്ക് പാർട്ടിയുടേതായ ഒരു ചട്ടക്കൂടുണ്ട്, പാർട്ടിക്ക് ഒരു ഉൾപാർട്ടി ജനാധിപത്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ തരത്തിൽ പാർട്ടിയുടെ എല്ലാ അല്ലെങ്കിൽ ഈ പറയുന്ന അച്ചടക്കത്തെ പാലിക്കാൻ കഴിയാത്തവരെ ഇനി ഇതിനകത്ത് വെച്ച് ഉറപ്പിക്കാൻ പറ്റത്തില്ല, പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ മധുച്ചേട്ടൻ ഏറ്റവും ഒടുവിൽ പാർട്ടിക്ക് പുറത്താകുന്നതും കാത്ത് പുറത്ത് വേറെ വണ്ടി ഉണ്ടായിരുന്നു. വി രാജേഷിന്റെ പുതിയ ഇന്നോവ ക്രിസ്റ്റ കിടപ്പുണ്ടായിരുന്നു. അവിടെ ഈ വിവരമെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് മധുച്ചേട്ടനെ കാത്ത് സുരേഷ് ഗോപിയും ഈ പറഞ്ഞ വി രാജേഷും കൂടെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി പോയി കണ്ടു, സംസാരിച്ചു. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ പാർട്ടി അംഗത്വം എടുക്കാൻ പോകുന്നു. അതാണ് പുതിയ വാർത്ത. ആര്? ഇതുവരെ CPM-ന്റെ വാമനപുരം ഏരിയ സെക്രട്ടറി ആയിരുന്ന മധുച്ചേട്ടൻ ഇനിയിപ്പോൾ സർസംഘചാലക് മധു ആയി മാറും. അതാണ് അതിനകത്തുള്ള വ്യത്യാസം. അതായത് നേരത്തെ ഇക്കാര്യങ്ങളിൽ ഒരു ചർച്ച നടത്തി, ഒരു ധാരണ ഉണ്ടാക്കി വെച്ചു, പാർട്ടി വിടാൻ പോകുന്നു എന്നുള്ള വിവരം ഓൾമോസ്റ്റ് എല്ലാവരെയും അല്ലെങ്കിൽ സ്വയമേവ ഒന്ന് തീരുമാനിച്ചുറപ്പിച്ചു. അതിനുശേഷം പാർട്ടി വിടാൻ തീരുമാനിക്കുന്നു. അതിന് എന്ത് അവിടെ കലക്കണമെന്നുള്ളതിനെ കുറിച്ച് മധുവിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. അങ്ങനെ മധു കലക്കി ഒടുവിൽ ചാടുന്നു. കാത്തിരിക്കുന്നത് സുരേഷ് ഗോപി എം പി അല്ല, കേന്ദ്രമന്ത്രി അല്ലെ, കേന്ദ്രമന്ത്രി തലയിൽ തൊട്ട് അനുഗ്രഹിച്ച് BJP-യിലേക്ക് കടത്തിവിടാൻ പോവല്ലേ. അപ്പം അങ്ങനെ പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നുകൊണ്ട് ഈ പിരിഞ്ഞു പോകുന്നവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം സന്ദീപ് വാര്യരാണെങ്കിലും ശരി, ഈ പറയുന്ന മധു ആണെങ്കിലും ശരി, ഇവരൊക്കെ അവിടെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് അതിൻ്റെ എല്ലാ സൗകര്യങ്ങളെയും ആസ്വദിക്കുകയും ആവോളം നുകരുകയും ചെയ്തതിനു ശേഷമാണ് ഇമ്മാതിരി തോന്നിവാസം കാണിക്കുന്നത്. ഇത്രയും കാലം ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു, ഉണ്ടാക്കാൻ പറ്റുന്നതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. അതിനുശേഷമാണ് ഈ കാണിക്കുന്നത്. അതായത് ഒരു സാധാരണ പ്രവർത്തകന് സമീപിക്കാൻ പോലും കഴിയാത്ത ഒരാളായി മധു മാറിക്കഴിഞ്ഞു എന്ന് അവിടെയുള്ള പ്രവർത്തകർ പറഞ്ഞു തുടങ്ങി. ധാർഷ്ട്യം അല്ലേ? ഈ പിണറായി വിജയനെ എല്ലാവരും ഈ പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്ന സമയത്ത് പിണറായി വിജയൻ അങ്ങനെയായിരുന്നു. അത് തുടർന്ന് പിന്നീട് ഒരു പാർട്ടിയുടെ കാവൽ സെക്രട്ടറി ഉണ്ടായിരുന്നു, നമ്മുടെ വിജയരാഘവന്റെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ പ്രസംഗം എന്ന് വെച്ചാൽ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ പിണറായി വിജയനെ അനുകരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിണറായി വിജയൻ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടാവും. ഇതുപോലെയായിരുന്നു വിജയരാഘവന്റെ സംസാര രീതി. എന്ന് പറയുന്ന പോലെ ഞാൻ ധാർഷ്ട്യം കാണിച്ചാലേ എനിക്ക് സംസ്ഥാന സെക്രട്ടറി ആകാൻ കഴിയൂ എന്നുള്ളൊരു തോന്നൽ ഒരുപക്ഷെ മധുവിന് എവിടെയൊക്കെയോ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പിൻപറ്റിയിട്ടായിരിക്കാം ഇമാതിരി പരിപാടി ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ BJP-യുമായി നേരത്തെ തന്നെ തനിക്കൊരു സ്ഥാനം വേണം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട്, തനിക്കൊരു സീറ്റ് അല്ലെങ്കിൽ തനിക്കൊരു അംഗത്വം വേണം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് സംസാരിച്ചിരുന്നിരിക്കണം. ഇല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു തീരുമാനം ഉണ്ടാകില്ലായിരുന്നു. തന്നെയല്ല, ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഇനി ആരാണ് അദ്ദേഹത്തെ ഈ ജ്ഞാനസ്നാനം ജയിച്ച് അതിനകത്തേക്ക് കൊണ്ടുപോകുന്നതെന്ന് മാത്രം അറിയില്ല എന്നുള്ളതാണ്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അങ്ങനെ മധുച്ചേട്ടൻ മിക്കവാറും BJP മധുച്ചേട്ടനായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ തെറി പറഞ്ഞുകൊണ്ട് നടന്നവരെ എല്ലാം മുഖത്ത് നോക്കി ഇനിയും ചേട്ട എന്ന് വിളിക്കേണ്ടി വരും, അല്ലെങ്കിൽ അനിയ എന്ന് വിളിക്കേണ്ടി വരും, അല്ലെങ്കിൽ മിത്രമേ എന്ന് വിളിക്കേണ്ടി വരും. ഈ ഒരു സഖാവെ എന്ന് വിളിച്ച നാവുകൊണ്ട് ഇനി മിത്രമേ എന്ന് വിളിക്കേണ്ടതിൻ്റെ ഒരു അരോചകത്വം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഇനി മധുച്ചേട്ടൻ അനുഭവിക്കാൻ പോവുകയാണ്. പിന്നെ മധുച്ചേട്ടൻ പോയെന്നും പറഞ്ഞിട്ട് പാർട്ടിക്കൊന്നും സംഭവിക്കാനില്ല. ഇനി ജോയി എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അടൂർ പ്രകാശിന്റെ മുന്നിൽ മുട്ടുവിറച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. 38,000 വോട്ടുകൾക്ക് ആറ്റിങ്ങൽ മണ്ഡലം എടുത്ത് അടൂർ പ്രകാശിന് കൊടുത്ത സ്ഥലത്ത് നിന്നും വെറും 700 വോട്ടുകളിലേക്ക് ആ ഭൂരിപക്ഷം കുറയ്ക്കാൻ ജോയിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജോയിയുടെ ഏറ്റവും വലിയൊരു പ്രാധാന്യം. അതായത് കേരളത്തിലെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പം ജോയിയെ പലപ്പോഴും അതുകൊണ്ട് തന്നെ അംഗീകരിക്കേണ്ടി വരും മധുച്ചേട്ട.